അതായത് മദ്രസയിൽ നിന്ന് ഇങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് ഉസ്താദിനെ കാണാൻ പറ്റും മേലെ നിന്ന് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. ആളിൻ്റെ അടുത്ത് പറഞ്ഞ മേലേക്ക് കയറുക, എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മേലേക്ക് കയറിയപ്പോൾ ആരെയും ചെരുപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചെരുപ്പ് ഊരി വെക്കുമല്ലോ നമ്മൾ കയറുമ്പോൾ. എനിക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നി. അപ്പോൾ നല്ല എല്ലാവരും നിന്നെ പേടിപ്പിക്കാൻ നിൻ്റെ അകത്ത് ഇരിക്കരുത്. അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ മാറിയിരുന്നുണ്ട് ഭാവ പേടിക്കില്ല. അപ്പം അതാ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയപ്പോൾ ഇയാൾ ബാക്കിൽ കയറി പിടിച്ച് വായ പൊത്തിപ്പിടിച്ച്. ഇത് മലപ്പുറം ജില്ലയിലുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഉസ്താദുമാരൊക്കെ നമ്മൾ എത്രത്തോളം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതല്ലേ. ഉസ്താദുമാരെ ബഹുമാനിക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുന്ന മനുഷ്യന്മാരാണ്. അവരുടെ ഉള്ളിൽ പോലും കള്ളന്മാരുണ്ട് എന്ന് അറിയുമ്പോൾ സത്യത്തിൽ ഈ ലോകത്ത് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ആലോചിക്കും. നമ്മൾ പരലോകം നന്നാക്കാൻ വേണ്ടി പരലോക ജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് വിചാരിച്ച് മക്കളെ മദ്രസയിലേക്ക് അയക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അവരുടെ പരലോകം നശിക്കുന്ന രീതിയിൽ അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളത്. സൂക്ഷിക്കണം. മക്കളുടെ ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം.